കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യൻ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇതാണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 13 തരം ഗണപതി ഭാവങ്ങളും അവയെ ആരാധിച്ചാലുള്ള ഫലങ്ങളുമാണ്. ഗണപതി ഭഗവാനെ കുറിച്ച് അറിയാൻ മേലാത്ത ആരുമില്ല അല്ലേ? വിഘ്നേശ്വരൻ, വിഘ്നങ്ങളുടെ ഈശ്വരൻ, തടസ്സങ്ങൾ മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുള്ളൂ, വേറെ ആരായാലും. അപ്പം നമ്മൾ എന്ത് കർമ്മങ്ങളും ചെയ്യുമ്പോഴും ഗണപതിയെ പ്രാർത്ഥിക്കുക പതിവുണ്ട്. അപ്പം ആ ഗണപതിയെ തന്നെ നമ്മൾ ഓരോ ഭാവത്തിൽ അല്ലെങ്കിൽ ഓരോ പൂജിക്കുമ്പോൾ ഓരോ ധ്യാനമുണ്ട്, മൂലമന്ത്രമുണ്ട്, അതിൻ്റെ ഛന്ദസ്സുണ്ട്, എല്ലാം നമുക്ക് ഓരോ ഭാവത്തിലേക്ക് കടക്കുമ്പോഴും അതിൻ്റെ മന്ത്രം മാറുമ്പോഴും മാറുന്നുണ്ട്. അപ്പം ആ സ്വരൂപത്തിലുള്ള ഗണപതിയെ ഭജിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം പെട്ടെന്ന് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പം ആ ഭാവങ്ങൾ 13 ഭാവങ്ങൾ ഏകദേശം ഇന്ന് കണ്ടെത്തിയിടത്തോളം ഏകദേശം 300 ചില്ലുവാനും ഗണപതി ഭാവങ്ങൾ പറയപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു 13 ഭാഗമാണ് ഞാനിവിടെ പറയപ്പെടുന്നത്. നമുക്കതിലേക്കൊന്നും കടക്കാം. അപ്പം ബാലഗണപതി എന്ന് വെച്ചാൽ അഭിഷ്ടസിദ്ധിക്കായിട്ട് ഏറ്റവും നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതുപോലെ കൊച്ചു കുട്ടികളുടെ ബാലാരിഷ്ടതകൾ മാറാനും ഒക്കെ ആയിട്ട് ബാലഗണപതി പറയപ്പെടുന്നുണ്ട്. ഒരു വീരഗണപതി എന്ന് പറയുന്ന ഗണപതി ഇതുണ്ട്. അതാണ് ശത്രുനാശത്തിനായിട്ട്, ശത്രുദോഷം തടയുന്നതിനൊക്കെ ആയിട്ട് ഏറ്റവും വീരഗണപതി പൂജ, വീരഗണപതി ഹോമം ചെയ്യുന്നതൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ ഉള്ളതാണ് ഉജ്ജിഷ്ട ഗണപതി ഹോമം എന്ന് പറയും, അല്ലെ ഗണപതി പൂജ, അല്ലെ ഗണപതി സ്വരൂപമൊക്കെ ഉണ്ട്. അതിൽ വ്യവഹാര വിജയം, ബിസിനസ് വിജയത്തിനൊക്കെ ഏറ്റവും നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട്. അടുത്തത് ശക്തി ഗണപതിയാണ്. ശക്തി ഗണപതി ഭയം മാറുന്നതിനായിട്ട് നല്ലതാണ്, വശ്യത്തിന് നല്ലതാണ്, സമൃദ്ധിക്ക് നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട്. അടുത്തത് ലക്ഷ്മി വിനായകൻ എന്നുള്ള സ്വരൂപമാണ്. ഐശ്വര്യം, സമ്പത്ത്, വശ്യം ഇവയൊക്കെ ഉണ്ടാവാൻ നല്ലതാണ്. അടുത്തത് വിഘ്ന ഗണപതിയാണ്. വിഘ്നഗണപതിയെ പ്രാർത്ഥിക്കുന്നത് വിഘ്ന നിവാരണത്തിനും ബാധാദോഷ ശാന്തിക്കും ഒക്കെ ആയിട്ടാണ്. അടുത്തത് മഹാഗണപതിയാണ്. മഹാഗണപതി സർവാഭിഷ്ട സിദ്ധി, കാര്യവിജയം ഒക്കെയാണ് പറയപ്പെടുന്നത്. ഹരീന്ദ്ര ഗണപതിയുണ്ട്. ഹരീന്ദ്ര ഗണപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് സൽസന്താന ഭാഗ്യം ഉണ്ടാവാൻ, ഗർഭാലസി പോവാതിരിക്കാനായിട്ടൊക്കെ ഏറ്റവും നല്ലതാണ്. അടുത്തത് സങ്കടഹര ഗണപതി എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. സങ്കടങ്ങളൊക്കെ മാറ്റാനായിട്ടുള്ള, സങ്കടങ്ങളെ ഹരിക്കാനുള്ള ഗണപതിയാണ്. അത് ദുഃഖം വിഷമതകളൊക്കെ മാറാനായിട്ടുള്ളതാണ് സങ്കടഹര ഗണപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത് ഋണമോചന ഗണപതി. അത് കടത്തിൽ നിന്നും മോചനം ഉണ്ടാകുന്ന സ്വരൂപത്തിലുള്ള ഗണപതിയാണ് ഋണമോചന ഗണപതി എന്ന് പറയുന്നത്. കടം മാറുക എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ത്രൈലോക്യമോഹന ഗണപതിയുണ്ട്. ലോകവശ്യം, അവനവനെ എല്ലാവരും അവനെ ഇഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ത്രൈലോക്യമോഹന ഗണപതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സിദ്ധി ഗണപതിയുണ്ട്. ആഗ്രഹങ്ങൾ സാഫല്യം, ആഗ്രഹം പെട്ടെന്ന് സാധിച്ചെടുക്കാനായിട്ട് നല്ലതാണ്. അതുപോലെ മന്ത്രസിദ്ധി നേടാനായിട്ട്, പെട്ടെന്ന് മന്ത്രസിദ്ധി നേടാനൊക്കെ ആയിട്ട് പറ്റുന്നതാണ് സിദ്ധി ഗണപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏത് ദേവനെയാണ് നമ്മൾ പൂജിച്ചു കഴിഞ്ഞാൽ സിദ്ധി ഗണപതി ഉപാസന നമുക്കുണ്ടെങ്കിൽ ആ ദേവനെ പെട്ടെന്ന് നമുക്ക് മന്ത്രസിദ്ധിയിലേക്ക് എത്തിച്ചു തരാനായിട്ട് സിദ്ധി ഗണപതിക്ക് സാധിക്കുന്നതാണ്. അടുത്ത ക്ഷിപ്രഗണപതി എന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാറാനായിട്ട്, ഐശ്വര്യങ്ങൾ നാൾക്ക് നാൾ വർദ്ധിച്ചു വരാനായിട്ടൊക്കെയാണ് ക്ഷിപ്രഗണപതി. അപ്പം ഇങ്ങനെ നമുക്ക് ഓരോ കാലത്തും ഗണപതിയെ പല ആവശ്യങ്ങൾക്കായിട്ട് പല രീതിയിലും പൂജിച്ചു വന്നിട്ട്. അപ്പോൾ നമുക്ക് AD 6-ാം ശതകം മുതൽ തന്നെ ദക്ഷിണ ഭാരതത്തിൽ ഗണപതിയെ ആരാധിച്ചതായിട്ട് പല പുരാണങ്ങളിലും നമുക്ക് തെളിഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ലളിതാ സഹസ്രനാമത്തിൽ മൂലഗണപതിയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. പാർവതി പരമേശ്വരന്മാർ വിവാഹം ചെയ്ത് മൂലഗണപതിയെ നമസ്കരിച്ചിട്ടാണ് അത്ര. അപ്പോൾ മൂലഗണപതിക്ക് വളരെ പ്രാധാന്യം ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. വലിയ വട്ടശ്രീകോലും പഞ്ചപ്രകാരങ്ങളായിട്ടുള്ള മഹാക്ഷേത്രങ്ങൾ ഗണപതിയെ മുഖപ്രതിഷ്ഠയായിട്ട് പ്രതിഷ്ഠിക്കാറുണ്ട്. അപ്പോൾ ഗണപതിക്ക് അത്രത്തോളം പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് ഗണപതിയുടെ ആ ഒരു സ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിരിക്കുന്ന ഓരോ കയ്യിലാണ് മോദകം ഇരിക്കുന്നുണ്ട്. ഓരോ ധ്യാനത്തെ നമ്മൾ പൂജിക്കുമ്പോഴും അദ്ദേഹത്തിന് ഓരോ സ്വരൂപത്തിലാണ്. നർത്തന ഗണപതിയുണ്ട്, അതുപോലെ വിദ്യാഗണപതിയുണ്ട്, പുരോഗമന ഗണപതിയുണ്ട്, അങ്ങനെ ഓരോ ഗണപതി ഏത് ഗണപതി ആയാലും എടുക്കുമ്പോൾ തമിഴ്നാട്ടിലോട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഗണേശിനിമാർ ഗണപതിയുടെ സ്ത്രീ സ്വരൂപങ്ങളെ അല്ലെ സ്ത്രീ രൂപങ്ങളെ പൂജിക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ തന്ത്രശാസ്ത്രത്തിൽപ്പെട്ടത് തന്നെയാണ്. ഇപ്പം നമ്മൾ ഓരോ ഭാവത്തെ, നമ്മൾ കാര്യങ്ങൾ എന്ത് ചെയ്താലും ഭഗവാനെ പൂജിക്കുമ്പോൾ അത് എന്തിനാണ്, ഏത് രൂപത്തിനെയാണ് പൂജിക്കേണ്ടതെന്ന് കുറച്ചുകൂടെ മനസ്സിലാക്കി ചെയ്യുന്നത് അതിൻ്റെ ഫലത്തെ ഇരട്ടിക്കുന്നതാണ്. നമ്മൾ സാധാരണ ചെയ്ത ഫലം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, അതിന് ഫലത്തെ ഇരട്ടിക്കുന്നതാണ്. നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ സത്ത മനസ്സിലാക്കി ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്ത വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.